അഭിപ്രായങ്ങൾ, തുറന്നു പറച്ചിലുകൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ, ട്രോളുകൾ. ഹിയർ ദ സെലിബ്രിറ്റി മിസ്റ്റർ മാധവ് സുരേഷ്. മാധവ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആരാണ് മാധവ് സുരേഷ്? ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ്, ഞാൻ മാധവ് സുരേഷ്. I'm 25 years old. I'm on my way to becoming an actor. Pretty much. ഓക്കെ, ഇപ്പോൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാധവന്റെ ഫസ്റ്റ് ഫിലിം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അച്ഛൻ്റെ കൂടെയുള്ള ചിത്രം. സുരേഷ് ഗോപി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വക്കീൽ വേഷത്തിലെത്തുന്ന ഒരു ചിത്രം. അതെ. അച്ഛൻ്റെ കൂടെയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ പ്രതീക്ഷ എത്രത്തോളമാണ്? പ്രത്യേകിച്ചും ഒരു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകനാണ്. അപ്പോൾ ആ രീതിയിൽ കൂടി ആൾക്കാർ അതിനെ വിലയിരുത്തും, മാധവന്റെ അഭിനയത്തെ. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഫിലിമിനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ? ഓൺ എ പേഴ്സണൽ നോട്ട്, ഇപ്പോൾ JSK എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഒരുപാട് നല്ല അച്ഛൻ മാത്രമല്ല ഒരുപാട് നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം എനിക്ക് തന്നിരിക്കുന്നത്. ആൻഡ് അതല്ലാതെ സിനിമയുടെ ഒരു ഔട്ട്പുട്ടോ അതിൻ്റെ റിസൾട്ടിൽ ഒരു പ്രതീക്ഷ ഞാൻ ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഞാൻ വെക്കാറില്ല. ദാറ്റ്സ് ഡിസൈഡഡ് ബൈ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ദ ക്വാളിറ്റി ഓഫ് വർക്ക് ദാറ്റ് ദ ഡയറക്ടർ ഓർ ദി എഡിറ്റർ പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വർക്കിൻ്റെ ക്വാളിറ്റിയിലിരിക്കും. പ്രേക്ഷകർ അത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളതിലിരിക്കും. ആൻഡ് ഐ ലൈക്ക് ടു ബി ഹോപ്പ്ഫുൾ, ഓർ ലൈക്ക് ഐ ലൈക്ക് ടു ഹാവ് എക്സ്പെക്ടേഷൻസ്. ഈ പ്രതീക്ഷ എന്നൊരു സാധനം എനിക്ക് കുറച്ചും കൂടെ ഒരു ഡെസിഷനോ അല്ലെങ്കിൽ എനിക്ക് അതിൽ കുറേയും കൂടെ കൺട്രോളോ ഉള്ളൊരു കാര്യത്തിൽ വെക്കുന്നതിൽ കുറച്ചും കൂടെ സെൻസ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് അച്ഛൻ്റെ ഒരു ഹെൽപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു in terms of as an actor or ആസ് ആൻ ആക്ടർ? getting into films, as an actor. Yeah. അച്ഛൻ എനിക്ക് ഫസ്റ്റ് അഡ്വൈസ് തരുന്ന ഞാൻ വർക്ക് ചെയ്തൊരു 2 വർഷം കഴിഞ്ഞിട്ടാണ്. അത് എൻ്റെ ഇപ്പോൾ അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ് സുജിത് എസ് നായർ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ആ സിനിമയുടെ ഒരു ഫുട്ടേജ് എൻ്റെ ഷൂട്ടിംഗ് സ്റ്റേജിൽ അച്ഛൻ കണ്ടപ്പോഴത്തേക്കും ഹി ഗേവ് മീ an advice, ആൻഡ് ഐ തിങ്ക് ദ വർക്ക് ബിക്കോസ് ഡയറക്ടറിനും ആ ഒരു അഡ്വൈസ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് മാറിയത് ആ ദിവസം തൊട്ട് കാണാനുണ്ടായിരുന്നു. ആൻഡ് അതർ ദൻ ദാറ്റ് ഹീ സമൺ ഹു ഡസൻ ഗെറ്റ് ദാറ്റ് ഇൻവോൾവ്. ഹി ബിലീവ്സ് ഞാനായാലും ചേട്ടനായാലും ഇപ്പോൾ ചേച്ചിമാരാണെങ്കിലും നമ്മുടെ കരിയറിൽ അച്ഛൻ്റെ പേര് തീർച്ചയായിട്ടും ഒരു എൻട്രി, ഒരു ആക്സസ് കാർഡാണ്. ഹെൽപ്ഫുൾ ആവും. ബട്ട് ദാറ്റ്സ് ക്വൈറ്റ് ഓബ്വിയസ്. ആൻഡ് അതല്ലാതെ നമ്മുടെ വർക്കും നമ്മൾ ആരാണെന്നും നമ്മൾ തന്നെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ്. ആ ഒരു എക്സാമ്പിളാണ്. അച്ഛനും കരിയറിൽ തനിയെ വന്ന ഒരാളാണ്. ഇപ്പം നമുക്ക് ഈ സുരേഷ് ഗോപി ടാഗ് കിട്ടുന്ന പോലെ ഒരു ഹെൽപ്പ് അച്ഛനില്ലായിരുന്നു. സോ ദാറ്റ് ഹീസ് ഓൾറെഡി ഡൺ ഫോർ അസ്. അവിടെ നിന്ന് ഇനി എങ്ങനെ കൊണ്ടുപോകും, ദാറ്റ്സ് അപ് അപ്പൊ ടു ഈ us. അഭിനയത്തില് ചെറിയ ചെറിയ ടിപ്സ് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു രണ്ടുപേരും അതായിരുന്നു ഞാൻ കൂടെയൊക്കെ? അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ അംഗം അട്ടഹാസം എന്നുള്ള സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു ഫുട്ടേജ് കണ്ടിട്ടാണ് അച്ഛൻ എനിക്ക് ആദ്യമായിട്ടൊരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു അഡ്വൈസ് തരുന്നത്. ആൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹീസ് ഓൾസോ എൻ ആക്ടർ, ഹീസ് വർക്കിംഗ് ഓൺ ഹിസ് ആർട്ട്. അച്ഛൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളത് ഫോക്കസ് ചെയ്തിരുന്ന ഒരാളടുത്ത് എത്രത്തോളം ഞാൻ ഒരു ന്യൂ കമർ ആണെങ്കിലും ആ ഒരു സ്പേസ് റെസ്പെക്ട് ചെയ്യണം. ബിക്കോസ് ഹീസ് വറഡ് അബൌട്ട് ഹിസ് വർക്ക്, ഹീസ് ഫോക്കസിങ് ഓൺ വാട്ട് ഹി ഹാസ് ടു ഡു. അവിടെ പോയി മകനാണെങ്കിലും ഐ കനോട്ട് ഗോ ഡിസ്റ്റർബ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണത്. സോ ഇപ്പോ ഈ വിവാദങ്ങളെയും ട്രോളുകളെയും ഒക്കെ എങ്ങനെയാണ് മാധവ് നോക്കി കാണുന്നത്? ട്രോൾസ് ആർ ഫൈൻ, ക്രിറ്റിസിസം ഇസ് ഫൈൻ, വൾഗാരിറ്റി ഇസ് നോട്ട്. സോ അപ്പോൾ ഈ പടക്കളവുമായി ബന്ധപ്പെട്ട് വന്ന മാധവന്റെ ഒരു റിയാക്ഷൻ, അത് പിന്നീട് മീഡിയ വളച്ചൊടിച്ചു എന്ന തരത്തിൽ മാധവ് വളരെ രൂക്ഷമായിട്ട് മീഡിയയെ വിമർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതെന്തായിരുന്നു, ശരിക്കും എന്തായിരുന്നു സംഭവം? ഈ പ്രേക്ഷകരിലോട്ട് എന്തോ എത്തുന്നത് ഈ മീഡിയക്കാർ, ലൈക്ക് മെയിൻ സ്ട്രീം മീഡിയ ആൻഡ് ഓൾസോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സോ കോൾഡ് മീഡിയ, Okay. ഇവർ വഴിയാണ് പ്രേക്ഷകരിലോട്ട് പല ഇൻഫർമേഷനും പല ന്യൂസും എത്തുന്നത്. ആൻഡ് ഈ ആക്ടേഴ്സ്, സെലിബ്രിറ്റീസിനെ പറ്റി എത്തുന്നത് കൂടുതൽ ഈ സോഷ്യൽ മീഡിയ യെസ്, തീർച്ചയായും. പ്ലാറ്റ്ഫോംസിൽ മീഡിയ ചാനൽസ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരിൽ നിന്നാണ്. സോ ദേ ഡു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു കീപ് ഇൻഫർമേഷൻ. അതായത് അവർ എന്താണ് പറയുന്നത് അതിനൊരു ഫാക്ട് ചെക്കിംഗ് നടത്തി അത് പറയുന്നത് സത്യമാണോ എന്ന് അതെ. ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. വളച്ചൊടിച്ചോ ശരിക്കും? തീർച്ചയായിട്ടും. ഞാനൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എക്സാക്ട്ലി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. ദേ ഡിഡ്ന്റ് ലൈ, പക്ഷെ ദേ മാനിപ്പുലേറ്റഡ് ഇറ്റ്. Yes. ഞാനിപ്പോൾ 2 സെന്റൻസ് പറഞ്ഞാൽ അതിൽ ഒറ്റ സെന്റൻസ് മാത്രമായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും. അപ്പൊ അതിൽ തന്നെ മാധവ് ഉറച്ചു നിൽക്കുകയാണ്, ഡെഫിനറ്റ്ലി, manipulate ചെയ്തു എന്നുള്ളതിൽ തന്നെ. തീർച്ചയായിട്ടും. Yes. ഇതൊരു PR വർക്ക് ആണ് എന്ന തരത്തിൽ പറയുന്നവർക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. മനഃപൂർവ്വം ട്രോളുകൾ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇത്തരം എന്താ പറയാ പ്രതികരിക്കുന്നു, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി? എനിക്ക് അങ്ങനെയൊന്നും ഇപ്പം ഞാൻ വെറുതെ ഒരു കാര്യമില്ലാതെ കയറി പ്രതികരിക്കുന്നതല്ല. ഒരു റീസൺ ഇട്ട് തന്നാൽ ഞാൻ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാരില്ല.
പക്ഷെ ഒരു നല്ലൊരു എക്സാമ്പിൾ എനിക്ക് സെറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് മുന്നേ വന്നവർ. ഐഡ് ലൈക്ക് ടു ഫോളോ ദ സൂട്ട്. ആൻഡ് എങ്ങനെയാ പറയാ, ഇത് കുറച്ച് നാണംകെട്ട പരിപാടിയല്ലേ? ഒരാൾ പറഞ്ഞത് വളച്ചൊടിച്ച് വേറെ അയാളെ തെറി കേൾപ്പിക്കാൻ വേണ്ടി ഉം. നാട്ടുകാരോട് പ്രസന്റ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഷുഡ് ബി എ ലിറ്റിൽ മോർ ഫെയർ. അത്രേ ഉള്ളൂ. JSK ഫിലിം ഇപ്പോൾ വിവാദമായിരിക്കുന്ന സാഹചര്യമാണ്. സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പേരിന്റെ പേരിൽ ഒരു വിവാദം ആവശ്യമുണ്ടോ? എന്താ മാധവൻ എന്താ No തോന്നുന്നത്? പേഴ്സണലി comments. കമന്റ്സ്. അത് ഡിസൈഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്, അത് ഡീൽ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ JSK ടീമിൽ നിന്നാണെങ്കിലും ഐ ഡോണ്ട് ഹാവ് എൻ ഒപ്പീനിയൻ ഓൺ ദാറ്റ്. ഹവെവർ ഐ ഡു ഹാവ് വൺ ഒപ്പീനിയൻ വിച്ച് ഇസ് സിനിമ, politics and religion should never be intertwined. Cinema is cinema. അതെ. ഇപ്പോൾ ആസ് എ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ നമുക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആസ് എ ഫാദർ മാധവ് സുരേഷിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. എന്താണ്? ഇപ്പൊ ഈ ഒരു ആക്ടർ ആവുമ്പോഴും അതും അച്ഛൻ നിന്ന ലെവലിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവുമ്പോഴും അതിന്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കുമ്പോഴത്തേക്കും യു ഗെറ്റ് വെരി ലിറ്റിൽ ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി. ഹീസ് സമ്മൺ ഇപ്പോൾ ഒരു ദിവസം കിട്ടിയാലും അതിനുവേണ്ടി മണിക്കൂറുകൾ യാത്ര ചെയ്യണമെങ്കിലും ഹി വുഡ് ഡു ദാറ്റ് ടു സ്പെൻഡ് ദാറ്റ് വൺ ഡേ വിത്ത് ഹിസ് ഫാമിലി. സോ ഐ ഐ ഐ ലവ് ദാറ്റ് അബൌട്ട് ഹിം. ഐ റെസ്പെക്ട് ദാറ്റ് അബൌട്ട് ഹിം. കാര്യം ഇപ്പം നമ്മൾ വളർന്ന സമയത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും കൂടുതൽ നമ്മളെ നോക്കിയിട്ടുള്ളത് അമ്മയാണ്. But whenever he does find time, he does try his best to show up. And that's his limit. അതായത് നമുക്ക് വേണ്ടി നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് അച്ഛൻ ഇത്രയും പണിയെടുക്കുന്നതും അത് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാ സമയവും നമ്മളോട് തന്നെ നിൽക്കാമെന്ന് പറയുന്ന ഒരു അച്ഛനെ കിട്ടാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ആസ് എ പൊളിറ്റീഷ്യൻ ആയതിനു ശേഷം കുറച്ചുകൂടി തിരക്കായിട്ടുണ്ടാവും. അപ്പോൾ തീരെ അച്ഛനെ കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഇറ്റ്സ് സബ്ജക്റ്റീവ്. ബിക്കോസ് അച്ഛൻ ഇപ്പോൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഒരു സ്ഥലത്തായിരിക്കും കുറേ നാളത്തേക്ക് മാറി നിൽക്കുന്നത്. ഇത് എല്ലാ 2 ദിവസവും ഓരോ സിറ്റീസും മാത്രമല്ല ഓരോ സ്റ്റേറ്റ്സിലും പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ് ടേക്സ് എ ടോൾ ഓൺ എ പേഴ്സൺ ആൻഡ് ഹി സ്റ്റിൽ ഫൈൻഡ്സ് ടൈം ടു ബി ഹോം വെനെവർ ഹി ക്യാൻ. പക്ഷെ അടുപ്പിച്ചൊരു 2-3 ദിവസത്തേക്കുള്ളിൽ ഇതുവരെ വീട്ടിൽ ഞാൻ അച്ഛനെ ഈ MP ആയതിനു ശേഷം 2014 റൈറ്റ് അതിനുശേഷം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അടുപ്പിച്ച് അടുപ്പിച്ച് വീട്ടിൽ ഞാൻ വീട്ടിലുണ്ടാവാതിരുന്നിട്ടില്ല. കണ്ടിട്ടില്ല. No. ഓക്കെ. ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിലും നമുക്ക് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചാനൽസിലാണെങ്കിലും പത്രങ്ങളിൽ അങ്ങനെ. അപ്പോൾ അത്തരത്തിൽ വീട്ടിൽ അതൊരു ചർച്ച നിങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന എന്തെങ്കിലും വിവാദങ്ങളോ ഒന്നാമത് ഒക്കെ കുറച്ച് ചർച്ച ടൈമേ ചെയ്യാറുണ്ടോ? കിട്ടാറുള്ളൂ വീട്ടിൽ. അപ്പൊ ഇമാരി കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ സംസാരിച്ചിരിക്കാറില്ല. സംസാരിക്കാറില്ല. വീട്ടിലെ കാര്യങ്ങളുണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ. സോ വി ട്രൈ ടു ഫോക്കസ് ഓൺ ദാറ്റ്. വീട്ടിലെ സപ്പോർട്ട് ഏറ്റവും ആരാണ്? അമ്മയാണോ അച്ഛനാണോ? Like Amma's got more time with all of us as kids. And ആ ഒരു സ്ഥിതിക്ക് നോക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതും അമ്മ തന്നെ. അമ്മയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയായിരിക്കും എപ്പോഴും more information she gets, she'll have to support us more. And മാധവ് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് വന്നതാണോ അതോ അവസരം വന്നപ്പോ എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ രീതിയിൽ? 2019 തൊട്ട് കുറച്ച് അവസരങ്ങൾ വന്നായിരുന്നു. ആൻഡ് ആ സമയത്ത് എൻ്റെ പഠിത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് അറൌണ്ട് കോവിഡ് ടൈം. കോവിഡ് ടൈമിൽ ഞാൻ അവിടെ തിരിച്ചു വന്നു. 2022 I got my first project which is JSK. അങ്ങനെ just something that came along my way and I had to respect it. കാര്യം നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ നമ്മളൊരു പരിധി കൂടുതൽ അവഗണിച്ച് കഴിഞ്ഞാൽ it's not right. They don't come after you after that. അപ്പോൾ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. It was my choice and they വലിയ മോശമായ ചോയ്സ് ഒന്നും അല്ലല്ലോ, ഒരു കരിയർ പാത്ത് അല്ലേ. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഐ വാസ് ഡിസൈഡിങ് വാട്ട് ഐ ഷുഡ് ഡു മൂവിങ് ഫോർവേഡ്. അതിന്റെ കൂട്ടത്തിൽ ഇതൊരു ശരിക്കും പ്രൊഫഷൻ എന്താണ് ഇപ്പോൾ മാധവ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ബട്ട് റൈറ്റ് നൗ I'd say predominantly പ്രൊഫഷൻ അപ്പോൾ സിനിമയില് സജീവമായി തുടങ്ങിയിട്ടില്ല. റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് ഓഫ് നൗ ഐ എം ഫോക്കസിങ് എ ലിറ്റിൽ മോർ ഓൺ ബീയിങ് എ ബെറ്റർ ആക്ടർ. ഓക്കെ. ആക്ടിങ് അല്ലാതെ മറ്റ് എന്തെങ്കിലും കഴിവുകൾ? Entrepreneurial. I അല്ല love ഞാൻ playing ചോദിക്കുന്നത് football. കലാപരമായിട്ടുള്ള ആക്ടിങ് അല്ലാതെ എന്തെങ്കിലും വേറെ Football. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫുട്ബോൾ. ഞാൻ ചോദിച്ചത് സിനിമയിൽ കാര്യമാണ് ചോദിച്ചത്. ആക്ടിങ് അല്ലാതെ ഇപ്പോൾ പാട്ടുപാടില്ല അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോന്നാ ചോദിച്ചത്. ശ്രമിക്കാറുണ്ട്, നടക്കാറില്ല. സോ ഒരു ഫുട്ബോളർ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഫുട്ബോളർ ആകാൻ പറ്റാതിരുന്നത്? fate, I guess. I tried my best. I had a plantar fascia injury. അത് ഹീൽ ആവുന്നില്ലായിരുന്നു. സോ പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചില്ല. നമ്മളൊരു പരിധി കൂടുതൽ ഇപ്പോൾ I had to when I was like about 18 or 19
നമ്മളൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലോട്ട് ഒരു ടൈം. എത്തുമ്പോൾ യു ഹാവ് ടു മേക്ക് എ റെസ്പോൺസിബിൾ ഡിസിഷൻ. ബട്ട് ഡ്രീംസ് മാത്രം ഫോളോ ചെയ്ത് പോയിട്ട് കാര്യമില്ല. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് സസ്റ്റൈനബിൾ. അതിൻ്റെ ഒരു പാത്തിലായിരുന്നു സിനിമ എൻ്റെ വഴിയിൽ വന്ന്. Saw it as a good opportunity. That's how football. I still play football with my friends. പക്ഷെ എനിക്ക് പ്രൊഫഷണലി അതിന് ക്യാരി ത്രൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പ് വന്നപ്പോഴത്തേക്കും ഐ ഹാഡ് ടു ഡ്രോപ്പ് ഇറ്റ്. ഓക്കെ. നടൻ സുരേഷ് ഗോപിയുടെ മകൻ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ മകൻ. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് പ്രൈവസി എബൌട്ടാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടോ? Not really. ആസ് ആൻ ആക്ടർ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞ മാധവനെ Me as പൊതുയിടങ്ങളിലൊക്കെ. an actor or Achan as an മാധവ് actor? മാധവ് മാധവ് കൂടുതൽ ആൾക്കാർ വന്ന് സംസാരിക്കാറുണ്ട്. ഉം. ഐ ട്രൈ ടു സ്പീക്ക് ടു ഹുവർ ഐ ക്യാൻ as well. എനിക്ക് I believe in something called personal space. ഇപ്പോൾ when I'm within my profession, like when I'm doing something that's related to my profession, I understand I have to be that professional self. അല്ലാതെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഇപ്പോൾ പുറത്തു പോകുമ്പോഴോ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകുമ്പോഴോ ഐ ഹാവ് ദ സെയിം റൈറ്റ്സ് as every other human being to have my freedom, my own time. So it's fine. Like I understand why they're coming. ദ്രോഹിക്കാനായിട്ട് വരുന്നതല്ലല്ലോ. അതെ. സോ അതുകൊണ്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഇപ്പം എല്ലാവരെയും ചിലപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അവരായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ കഴിയുന്നിടത്തോളം ഞാൻ ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിലോ സംസാരിക്കാനാണെങ്കിലോ ഐ ട്രൈ മൈ ബെസ്റ്റ്. ഞാനും ഇതിൽ പുതിയതായി ഐ ഡോണ്ട് നോ ഹൗ അതെ. ടു ഡു വാട്ട് ദ റൈറ്റ് വേ ഈസ് ടു ഡു തിങ്സ്. അതെ. സോ എൻ്റെ ഒരു രീതിയിൽ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. പിന്നെ പൊളിറ്റിക്സ് താല്പര്യമുണ്ടോ മാധവന്? താല്പര്യമില്ല. ഇല്ല, ഒട്ടും താല്പര്യമില്ല. I don't see a good example being set forward, and especially where I'm from. ഇവിടുന്ന് അതെ. നല്ലൊരു എക്സാമ്പിൾ കാണുന്നില്ല. I do believe in Narendra Modi's capability to make India, portray India in a better light, or make India a bit more respectable on an international level. പൊളിറ്റിക്സിൽ എന്തെങ്കിലും മാറണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് തമ്മിൽ തല്ലുന്നത്, തമ്മിൽ തല്ലുന്നത്? അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറഞ്ഞ് നാട്ടുകാർ തമ്മിൽ തല്ലുന്നത്. അത് മാറണം. Yeah, because someone's politics or someone's political views is just their views. You can't go and judge someone. അല്ലെങ്കിൽ ഒരാളെ അതിൻ്റെ പേരും പറഞ്ഞ് ശത്രുവാക്കാൻ പാടില്ല. ഓരോ മനുഷ്യരെ പോലെ അവർക്കും അവരുടേതായ ചോയ്സസ് എടുക്കാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ ഈ പറയുന്ന പോലെ ഒരു അവകാശമുണ്ട്. ചർച്ചയും കാര്യങ്ങളും വരുമ്പോഴാണല്ലോ കൂടുതൽ അവർക്കൊരു പോപ്പുലാരിറ്റി കിട്ടുന്നത്. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആർക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നത്? ആസ് ഇൻ ദ പൊളിറ്റിക്കൽ പാർട്ടി ഓർ ദ പീപ്പിൾ ഹു സപ്പോർട്ട് ദം? പൊളിറ്റിക്കൽ പാർട്ടി ആയാലും പീപ്പിൾ ആയാലും ഇപ്പോൾ ഒരു ദിവസം ഒരു കാര്യം പറയുന്നു, സെക്കൻഡ് ഡേ പിന്നെ അതിനൊരു റിയാക്ഷൻ വരുന്നു. അപ്പൊ ആ രീതിയിലാണല്ലോ ഓരോ കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വഴക്കുകൾ ഉണ്ടാവുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി സംസാരിച്ചാണ്. എൻ്റെ കേരളത്തിലായാലും ഞാൻ പറയുക, എപ്പോഴും ഒന്നില്ലെങ്കിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പറഞ്ഞ് വെറുതെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ സ്റ്റേറ്റിന് ആസ് എ കളക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്ക് ആസ് എ കളക്റ്റീവ് ആരെന്ത് നല്ലത് ചെയ്യുന്നു, അതൊരു പാർട്ടി ആയിരിക്കില്ല, വേറൊരു നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തൊരു പാർട്ടിയിൽ ഞാൻ ഐ എം പൊളിറ്റിക്കൽ, എനിക്ക് ആരെയും വലിയ താല്പര്യമില്ല. അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വേറൊരു പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും നല്ലത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡഡ് നേച്ചറും വേണം. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. അത് എല്ലാവരും എടുക്കണമെന്നുമില്ല. ഒരു ഷീപ്പ് മെൻറ്റാലിറ്റി ആവരുതെന്നേ ഉള്ളൂ. 10 ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാനും ഫോളോ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. ഹാവ് യുവർ ഓൺ വ്യൂസ്. That'll solve most of the problems if you ask me. ഇപ്പോൾ ഈ ന്യൂ ജനറേഷന് പൊളിറ്റിക്സിൽ താല്പര്യമില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം കാര്യമുണ്ട്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ മാധവന്? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ബിക്കോസ് ഇഫ് യു ലുക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്ത് തന്നെ പോളിറ്റിക്സ് ഉണ്ട്. കോളേജസിൽ പാർട്ടി ബേസിൽ സ്പ്ലിറ്റ് ആവുന്നതെല്ലാം. സോ ഐ ഡോണ്ട് തിങ്ക് ഒരു താല്പര്യ കുറവ് വരുന്നുണ്ട്. ബട്ട് താങ്ക്സ് ടു സെയിം സോഷ്യൽ മീഡിയ ദാറ്റ്സ് കൈൻഡ് ഓഫ് ടീയറിങ് മീ അപ്പാർട്ട് എന്ന് പറയുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതേ സോഷ്യൽ മീഡിയ വഴി കുറേ കൂടി ഇൻഫർമേഷൻ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഇൻഫർമേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, ആ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ഐ തിങ്ക് people can think a little more and act after that. മാധവ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? ഈയിടെയായിട്ട് എനിക്ക് എൻ്റെ ഫിലിമിൻ്റെ പ്രൊമോഷനും അല്ലെങ്കിൽ സംതിങ് ദാറ്റ്സ് റെലവെൻറ്റ് അറ്റ് ദാറ്റ് ടൈം, ദാറ്റ്സ് റെലവെൻറ്റ് ടു മീ, ഐ വിൽ ഗെറ്റ് ആക്റ്റീവ് ഡ്യൂറിങ് ദോസ് ടൈം ലൈൻസ്. അല്ലാതെ എപ്പോഴും അല്ല. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. എങ്ങനെയാണ് കാണുന്നത് മാധവിനെ? ഇപ്പോൾ നമുക്ക് അറിയാം, ഈ നേരത്തെ മാധവ് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതും ആളുകളിലേക്ക് കൂടുതലായി എത്തുന്നതും. അതിൽ നെഗറ്റീവ്സിനെയും പോസിറ്റീവ്സിനെയും മാധവ് എങ്ങനെയാണ് കാണുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. യെസ്. ദാറ്റ് ഗിവ്സ് എ വോയിസ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ.
ദാറ്റ്സ് ദ ഗുഡ് സൈഡ്. പക്ഷെ വോയിസ് എങ്ങനെ ഈ ആൾക്കാർ ഉപയോഗിക്കുന്നു, ഉം. അതിലാണ് ദ ഗുഡ് ഓർ ബാഡ് എന്നുള്ള ഡിസൈഡ് ആവുന്നത്. ആൻഡ് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ദാറ്റ്സ് സംതിങ് പീപ്പിൾ ക്യാൻ കൺട്രോൾ. ഞാൻ പറഞ്ഞ പോലെ ഈ ട്രോൾസ് ആൻഡ് ഓൾ, ഞാനും എൻ്റെ സ്വന്തം ട്രോൾ കണ്ടിരുന്ന് ചിരിക്കുന്ന ആളാണ് ഞാൻ. അല്ല, ആസ്വദിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ ട്രോൾ ഈ കണ്ടിരുന്ന് ചിരിക്കുന്ന, ട്രോളുകളൊക്കെ ഷെയർ ചെയ്യാറുള്ള ആളാണ് ഞാൻ. ഒരു ട്രോള് പോലും കഴിഞ്ഞിട്ട് ദേഷ്യം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. No, because- എല്ലാ ട്രോളുകളും ആസ്വദിക്കാറുണ്ട്. ബിക്കോസ് ട്രോൾസ് ആർ ഹാംലെസ്. അതൊരു എന്റർടൈൻമെന്റ്. ഇപ്പൊ നമ്മൾ സിനിമ എന്തിനാ ഇറക്കുന്ന ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ. വെൻ someone Yes, pays തീർച്ചയായും. 100 or 200 or even more rupees to go watch our movie, we're expected to entertain them in one way or another. അവരുടെ ഇമോഷൻസിൽ എന്തെങ്കിലും ഒരു ഇംപ്രിന്റ് വരുത്തുന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. Whether it's a director, whether it's a producer, whether it's an actor. Especially an actor, because that's the face on the screen. അതേപോലെ ഈ ട്രോൾസും ആൾക്കാർ ഫ്രീ ടൈമിൽ നിന്ന് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ വല്ലതും സ്ക്രോൾ ചെയ്യുമ്പോൾ അതേപോലെ ഇരുന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ട് ഒരു ഡാം ഒന്ന് ആവാനോ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. സോ ദാറ്റ്സ് ഹാംലെസ്. ഞാൻ ഷെയർ ചെയ്യുന്ന ആളാണ് ട്രോൾസ്. ആണ്. എൻ്റെ ആയാലും അച്ഛൻ്റെ ആണെങ്കിലും ഇപ്പോൾ വേറെ എനിക്ക് പരിചയമുള്ള ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും, ദോസ് ഹു ഐ നോ വോണ്ട് ഗെറ്റ് ഒഫൻഡഡ് ബൈ ദിസ്. അച്ഛൻ എങ്ങനെയാണ് ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട്? കണ്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ ആണല്ലേ? ഹി ഡസൻ ഗെറ്റ് ടു മച്ച് ടൈം. അതെ. ലൈക്ക് ഐ സെഡ്, എൻ്റെ അത്ര ഫ്രീ ടൈം അച്ഛന് കിട്ടാറില്ല. ഇല്ല. കുറേ കൂടെ പണി ഉത്തരവാദിത്തമുള്ള ആളാണ്. ഉം. സോ വീട്ടിലെങ്ങനെയാണ്? നിങ്ങൾ 4 പേരുണ്ട്, അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. നമ്മൾ എല്ലാവരും ഒന്നിച്ച് വീട്ടിലുള്ളത് വളരെ കുറവാണ്. കുറവാണ്. ഐ എം ദ യങ്ങസ്റ്റ്, ഐ എം 25. ഉം. സോ എല്ലാവരും അവരുടെ ലൈഫിലെ ഒരു വീട്ടിലെ നോട്ടി കിഡാണോ? ഡെഫിനറ്റ്ലി. ആണ്. ഇപ്പോൾ ഒരു സിനിമയിലേക്ക് ഇറങ്ങുമ്പോഴായാലും അപ്പോൾ മാധവന് തന്നിട്ടുള്ള ഒരു ഉപദേശം അച്ഛനായാലും അമ്മയായാലും എന്താണ്? ജസ്റ്റ് ബിലീവ് ഇൻ മൈസെൽഫ് ആൻഡ് ബി കോൺഫിഡൻറ്റ്. എന്ത് ചെയ്താലും ഡു മൈ ഫാക്ട് ചെക്ക്, ഡു മൈ റീസെർച്ച്, ഡു മൈ പ്രിപ്പറേഷൻ ആൻഡ് ദെൻ ഗോ പെർഫോം വിത്ത് ഫുൾ കോൺഫിഡൻസ് ആസ് എൻ ആക്ടർ. ആസ് എ സോഷ്യൽ ബീയിങ്, ഉം. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവാൻ ഉള്ള ഒരു സാധ്യത ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. പ്രിപ്പറേഷൻ എടുക്കുക, പക്ഷേ നോ വാട്ട്സ് ഗോയിങ് ഓൺ അറൗണ്ട് യു ഉം. ആൻഡ് ഡോണ്ട് സ്പീക്ക് ടു മച്ച്. ഡോണ്ട് സ്പീക്ക് ടു മച്ച്. ഡോണ്ട് സ്പീക്ക് ടു മച്ച് ബിക്കോസ് ഒരുപാട് ഇപ്പം ഞാനാ ചെയ്യുന്നത് അത് തന്നെ. പലപ്പോഴും തിരുത്തിയിട്ട് ഒരു കാര്യമില്ലാത്ത ആൾക്കാരെ പോയി തിരുത്താൻ ഞാൻ നോക്കും. ആൻഡ് ഫീൽ ലൈക്ക് ഐ എം വേസ്റ്റിംഗ് മൈ ടൈം മോസ്റ്റ് ഓഫ് ദ ടൈം. ബട്ട് സംഹൗ ഐ സ്റ്റിൽ ഡു ഇറ്റ്. സോ ദാറ്റ്സ് എ മിസ്റ്റേക്ക് ഓൺ മൈ പാർട്ട്. ഉം. ബട്ട് സംസാരിക്കാൻ നമ്മുടെ വാക്കിന് വില ഉള്ളിടത്ത് മാത്രം പോയി സംസാരിക്കുക. സംസാരിക്കുക. സംതിങ് ലൈക്ക് ദാറ്റ്. യാ. മാധവ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിതാവിൽ നിന്ന് തനിക്ക് കിട്ടിയത് ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിരുന്നു. എന്താണ് സംഭവം അത്? ദേഷ്യക്കാരനാണോ? അങ്ങനെയും പറയാം. കാര്യം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണോ? കുറച്ച് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ കേട്ടാൽ എന്റെ സോഷ്യൽ മീഡിയ തന്നെ നോക്കിയാൽ കാണാം. യെസ്, ഇഷ്ടമില്ലാത്തത് കണ്ടാൽ കേട്ടാൽ അപ്പൊ തന്നെ പ്രതികരിക്കും. അതൊരു എങ്ങനെയാ കാണുന്നത്? അതിനെ ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പൊ കുറേയേറെ അധികം ആൾക്കാർ സൊസൈറ്റി നെഗറ്റീവ്. കുറെ ആൾക്കാരിപ്പോ വിമർശനം കൂടുതലായി വരാനുള്ള ചാൻസ് ഇല്ലേ പെട്ടെന്ന് തന്നെ ഇപ്പൊ പ്രതികരിക്കുമ്പോ? ഞാൻ എല്ലാം എന്റെ വായിന്ന് വരുന്ന എല്ലാം അത്ര സെൻസിബിൾ ആയ കാര്യമാണെന്നോ അല്ലെ ഞാൻ പറയുന്ന എല്ലാം അത്ര ഉം. എന്തുവാ ടോപ്പ് ലെവൽ ഫുൾ മറ്റേ റീസെർച്ച് ചെയ്ത് പറയുന്ന കാര്യമാണെന്നോ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നതിലും കാര്യമുള്ള കാര്യങ്ങളുണ്ട്. ഉം. ആൻഡ് അത് കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും അതിനും ട്രോൾ ചെയ്യാനും കളിയാക്കാനും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കാനും കെൽപ്പുള്ള ആൾക്കാരുണ്ട്. ഉം. അതാണ് ഞാൻ ഈ സൊസൈറ്റി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി എത്ര ശുദ്ധനായാലും എത്ര ഫാക്ട് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞാലും കളിയാക്കാൻ ഒരു ഗ്രൂപ്പ് കാണും, ഒരു 90% വലിയ ഗ്രൂപ്പ് കാണും. ബിക്കോസ് ഐ എം പ്രിറ്റി ഷുവർ ദേ ആർ ഡൂയിങ് നത്തിങ് എൽസ് വിത്ത് ദെയർ ലൈഫ്സ്. അവർ ഈ ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ കളിയാക്കാൻ മാത്രം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു ആക്ടറിനൊന്നും മാത്രമല്ല, ചുറ്റും പോകുന്ന ആൾക്കാരെയും വീട്ടിനടുത്ത് നിൽക്കുന്ന ആൾക്കാരെയും ചുമ്മാ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യം നോക്കാതിരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ കാൺട്ട് ചേഞ്ച് ദം. I'll try to set an example. So that's it.